കൂട്ടുകാരും എയ്സ് ഗെയിമിംഗ് വെയിറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരും സാധനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിളിക്കാൻ നോക്കുമ്പോൾ നമുക്കൊരു ജോബാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, പോലീസുകാരുടെ ഈ വണ്ടി നമ്മൾ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക. നമുക്ക് അങ്ങനത്തെ ജോബാണ് കിട്ടിയിരിക്കുന്നത്. അവർ നമ്മളോട് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മളാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സർക്കിളിൻ്റെ അവിടെയാണ്. ഇനി അവിടുന്ന് കുറച്ചങ്ങ് പോകാനുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. നമ്മളാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരുത്തനാണെങ്കിൽ വന്ന് നമ്മൾ ഇടിക്കാൻ നോക്കുന്നത്. നമ്മളാണെങ്കിൽ ഇവിടുന്ന് എങ്ങനെയൊക്കെ വളർത്തെടുത്തിട്ടുണ്ട്. കാരണം ഇത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പോലീസുകാർ നമ്മൾ വെടിവെച്ച് കൊല്ലും. വെടിവെച്ച് കൊന്നാൽ പിന്നെ നമ്മൾ വീഡിയോ ഇടാൻ കാണത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സന്തോഷിപ്പിക്കണം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ നമ്മുടെ സർക്കിളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്മൂത്തായിട്ട് ഇറങ്ങുന്നുണ്ട്, വണ്ടിക്കൊരു കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ ഇറങ്ങി ഇമ്മാരൊക്കെ മാറി തരുന്നുണ്ട്. നോക്കി ഒരു വലിയ വണ്ടി വന്നാൽ പിന്നെ മാറി തരേണ്ട സ്ഥാനത്ത് ഇമ്മാരൊക്കെ അവിടെ നിൽക്കും. എന്തൊക്കെയോ ഒരു ഒരച്ചിരും തീപിടുത്തമൊക്കെ വരുന്നുണ്ട്. അയ്യോ സീരാവോ. നമ്മളാണെങ്കിൽ ഏതൊരു നമ്മളിവിടം വരെ നമ്മളൊന്ന് പറക്കുവാണെങ്കിൽ നമ്മുടെ എയർപോർട്ടാണെങ്കിൽ ഇവിടെ കാണുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ റോങ് റൂട്ടൊക്കെ കയറുവാണ്. നമുക്ക് കൺട്രോൾ ചെയ്തിരി പാടുണ്ട്. നമ്മളാണെങ്കിൽ ബ്രേക്കൊക്കെ പിടിച്ച് നല്ല സാവധാനത്തിൽ പോകാൻ തുടങ്ങുന്നത്. കാരണം വെറും വണ്ടിയല്ല കൈസ്, പോലീസുകാരുടെ വണ്ടിയാണ്. എങ്ങാനും വല്ല സീനും ഉണ്ടാക്കിയ നമ്മൾ തീർന്നു നമ്മളെ കൊന്നും കളയും. നമ്മളാണെങ്കിൽ മാക്സിമം നല്ല രീതിയിലാണ് വണ്ടി നിന്ന് ഒറ്റ ഇടി. അപ്പോൾ ചേട്ടനോട് നമ്മൾ സോറിയൊക്കെ പറഞ്ഞ് തെറ്റായി നമ്മളവിടെ നിന്ന് കയറുകയാണ്. നമ്മൾ പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തിയപ്പോൾ നമ്മൾ ഇത്തിരി സ്പീഡ് കുറച്ച് കൈസ്. കാരണം അറിയാമല്ലോ പോലീസുകാരുടെ വണ്ടിയല്ല നമ്മൾ കൊണ്ടുപോകണത്. പിന്നെ അവർ വല്ല സീനുണ്ടാക്കിയാൽ പിന്നെ അത് തീർന്നില്ലേ. നമ്മളാണെങ്കിൽ ഇവിടെ പോലീസുകാരുടെ അങ്ങനെ കയറുവാണ്. ഇവിടെ വെച്ചപ്പോഴത്തേക്ക് പോർന്നു വീണ്ടും തീപിടുത്തമൊക്കെ ഉണ്ടാകുന്നു കേസ്. നമ്മളാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലോട്ട് കയറാനാണ് കേസ് ഇത്തിരി പാട്. നമ്മൾ ഇവിടെ ബ്രേക്ക് പിടിച്ച് ഭയങ്കരമായിട്ട് ഇത് ഒട്ടിച്ചാൻ കയറ്റിക്കാണ് കേസ്. കേസ് അപ്പോൾ വണ്ടിയൊക്കെ പൊങ്ങി പോകുന്നു കേസ്. നമ്മൾ എന്നാ കാണിക്കാൻ പറ്റും, നമ്മളെ വണ്ടിയൊക്കെ പൊങ്ങി പോകുന്നുണ്ട് കേസ്. നമ്മളാണെങ്കിൽ ഇവിടുന്ന് വണ്ടി ഇങ്ങനെ മുടിച്ച് കയറ്റിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ ചെന്ന് നിന്നിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ ഇറങ്ങുകയും ചെയ്തു. നമ്മളാണെങ്കിൽ ഇറങ്ങിയിട്ട് നമ്മളെ വണ്ടി സേഫാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. വണ്ടി സേഫാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മളാണെങ്കിൽ നൈസായിട്ട് ഇവിടെയൊക്കെ വന്ന് നോക്കിയൊക്കെ നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് കയറിയിട്ട് വണ്ടിക്ക് വല്ല ബോറലും ചീരലും ഒക്കെ ഉണ്ടോ നോക്കാം. പോലീസുകാർക്ക് ആണെങ്കിൽ അവിടെ നിൽപ്പുണ്ട്, സൺ സീനാണ്. പോലീസുകാർക്ക് അവിടെ നിൽപ്പുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടുന്ന് കയറി ഇങ്ങനെ നോക്കുകയാണ്. അതായത് നമ്മൾ ഇവിടുന്ന് ചെയ്തു. ഇതിന് നമ്മൾ തിരിച്ച് വന്ന് വണ്ടി കയറുകയാണ്. അവർ പറഞ്ഞു വണ്ടി അങ്ങോട്ട് മാറ്റിയിടാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വണ്ടി അങ്ങോട്ട് മാറ്റിയിടാൻ വേണ്ടി വണ്ടി അങ്ങോട്ട് കയറുകയാണ്. നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സൂക്ഷിച്ചെടുക്കും കഴിച്ചു. വണ്ടി എങ്ങോട്ട് വളഞ്ഞാലും ഭയങ്കര സീനായി മാറും. കാരണം അറിയാമല്ലോ ഇത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കിടന്നാണ് നമ്മൾ ഈ അഭ്യാസം ഇറക്കുന്നത്. എന്നിട്ട് നമ്മളാണെങ്കിൽ ഇത് റിവേഴ്സൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. പതുക്കെ റിവേഴ്സ് എടുക്കുകയാണ്. പതുക്കെ എടുക്കാൻ പറ്റും കേസ്, അല്ലെങ്കിൽ വലിയ വൺ സീനാണ് അറിയാലോ. കാരണം ഇത് വെറും വണ്ടി, പോലീസുകാരുടെ വണ്ടിയാണ്. എന്നിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ എടുക്കുകയാണ്. പതുക്കെ സ്ലോലിയാണ് ഈ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് കുറച്ച് മുമ്പിലോട്ട് എടുത്ത് നോക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. കാരണം ഇതിന് മുമ്പ് ക്യാബ് ഇവിടെ നോക്കുമ്പോൾ അറിയാം കഴിച്ചു ഇത്തിരി ചെരിഞ്ഞാണ്ടിരിക്കുന്നത്. നമ്മളെന്നിട്ട് ഇത്തിരി മുമ്പോട്ട് നേരെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രേക്ക് പിടിച്ച് നമ്മൾ വണ്ടി തങ്ങി ചാടി ഇറങ്ങിയിട്ടുണ്ട്. കാരണം വണ്ടി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണ്ടേ, ഇറങ്ങിയിട്ട് കൊടുക്കണ്ടേ. നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്ന് വെറുതെ വേസ്റ്റ് ആവത്തില്ലേ. നമ്മളാണെങ്കിൽ ഇവിടെ വണ്ടി കയറാൻ വേണ്ടി പോവാണ്. നമ്മളിങ്ങനെ വണ്ടി കയറി നമ്മുടെ വണ്ടി കയറുകയാണെങ്കിൽ റണ്ണ് ചെയ്യുന്നു. അയ്യോ ഇപ്പോൾ താഴെ പോയേനെ. എന്നിട്ട് നമ്മൾ താഴെ പോയി നമ്മൾ അവിടുന്ന് എന്നിട്ട് നമ്മുടെ റിസോർട്ടിലേക്ക് കീ ഓഫാക്കാൻ മറന്നത്. കീ ഓഫാക്കി വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങി അടുത്ത് അവിടെ വണ്ടി എടുക്കാൻ പോവാണ് കേസ്. അപ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല കേസ്. വണ്ടി ഇതിൻ്റെ ഒരു ബഗ്ഗുകളെ. എന്നിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ വണ്ടിയുടെ മണ്ടയിൽ കൂടെ ചാടിയൊക്കെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇതിൻ്റെ മണ്ടയിൽ കയറിയത് ഇവിടെ കയറിയിട്ടാണെങ്കിലോ ഈ ഓട്ടോയിലോട്ട് ഇറങ്ങിയിട്ട് കണ്ട് കേസ്. നമ്മളാണെങ്കിൽ എന്നിട്ട് നമ്മുടെ വണ്ടിയാണെങ്കിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ടിടയ്ക്ക് നമ്മൾ വണ്ടി പതുക്കെ റിവേഴ്സ് അങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മൾ റിവേഴ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി പതുക്കെ ഇറക്കണം. പോലീസുകാരുടെ വണ്ടിയാണ്, നിങ്ങൾക്ക് അതിനെ അറിയാമല്ലോ. പോലീസുകാരുടെ വണ്ടി എടുത്ത മനസ്സിലാണ് കേസ്. നമ്മളതൊരു പറപ്പിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പോകണം പോലീസുകാർക്ക്, അല്ലെങ്കിൽ അവർ വലിയ പണിയുണ്ടാക്കി പിന്നെ നമ്മൾ തീർന്നു. നമ്മൾ അവിടെ ആൾക്കാരൊക്കെ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോലീസ് പതുക്കെ സാർമാരോട് ഇവിടെ ഇട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേസ് നമ്മളിടുന്നത്. ഇവിടെ വണ്ടി ഇട്ടിട്ട് നമ്മളാണെങ്കിൽ വണ്ടി ചാടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ബാഗൊക്കെ തൂക്കി പതുക്കെ അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അതോട് പോവാണ്. പോലീസ് സ്റ്റേഷൻ അതോട് ഇവിടെയൊക്കെ ഒരാളൊക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര സീനായെന്ന് തോന്നുന്നു. നമ്മളാണെങ്കിൽ ഇവിടെ നിന്നു. നമ്മളിവിടെ നിന്നിട്ട് നമ്മൾ പോലീസുകാരോട് പറഞ്ഞു, സാറേ വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ കേസ്. അപ്പോൾ സാർമാർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. നമ്മളിറങ്ങി ഓട്ടുകൾ കേസ്. നമ്മുടെ വണ്ടി സേഫായിട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ കേസ്? ഈ വണ്ടിക്ക് ഒന്നും കുഴപ്പമുണ്ടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനിയും ഇതുപോലത്തെ ഒരു പുതിയ കിഡ്കച്ചി കില്ലോസ്കി കിണ്ണങ്കാച്ചി കാട്ടുകടാച്ചി വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ലവ് യു ഓൾ ടാറ്റ ആൻഡ് ഗുഡ് ബൈ.